ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാർജറിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഈ കേബിൾ വാങ്ങിച്ചിട്ട് 1 വർഷം കൂടി ആയില്ല, അപ്പോഴേക്കല്ല ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഇങ്ങനെ യൂസ് ചെയ്യണത് അധികം സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ അത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചാർജറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെവിടുന്ന് ഇതിന് മാത്രം അഴുക്കെന്നറിയില്ല, പേനയുടെ മഷി വരെ ഇതിലായിട്ടുണ്ട്. ഇനി ഈ കേബിളിനും പഴയ അവസ്ഥയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർജർ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 192 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡിസൈൻ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്, പക്ഷേ സിമിലർ ആയിട്ടുള്ള പല ഡിസൈൻസും അവൈലബിൾ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിലത്തെ ചാംസ് എല്ലാ ഫ്ലവറും റാബിറ്റും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേസ്. മൊത്തം 4 പീസസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കാം. ഈ വലിയ കേസ് ഇട്ട് അത്ര എളുപ്പമുണ്ടായിരുന്നില്ല ഈ ചെറിയ 2 കേസുകൾ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അവസാനം ഞാനത് ഇട്ടു ഗൈസ്. ഇതിലെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളിൻ്റെ മുകളിൽ ഈ സ്പൈറൽ കേബിൾ ചുറ്റി കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ഈ കേബിളിന് ഇത്രയും നീളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടാസ്ക് ചെയ്തപ്പോഴാണ് കേട്ടോ. പിന്നെ ഈ റാബിറ്റിനെ കണ്ടപ്പോൾ ആ ക്ഷീണമൊക്കെ തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.